നമസ്കാരം, ഞാൻ ജയശ്രീ, നീലമന ഇല്ലം. കൊറോണയ്ക്ക് മുമ്പ് ഇല്ലത്തിരുന്ന് അകത്തിരുന്ന വെറും അന്തർജനം. കൊറോണയ്ക്ക് ശേഷം പുറത്തിറങ്ങി ബാഹർജനമായ അന്തർജനം. കാരണം വിവരം വെച്ചു, ഇനി ജീവിതത്തിൽ കളയാൻ സമയമില്ല. കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത കണ്ടു. ചെയർമാൻ സ്ഥാനത്തേക്ക് ഇനി ഒരു സ്ത്രീ വരുവാണെങ്കിൽ ചെയർപേഴ്സൺ എന്ന് വിളിക്കണമെന്ന്. സ്ത്രീ, അവൾ പൊട്ടിയല്ല, അവൾക്ക് പൊട്ടുകുത്താൻ ഇഷ്ടവാ, പൊട്ടിച്ചിരിക്കാൻ ഇഷ്ടവാ, പൊട്ടിത്തെറിക്കാനും ഇഷ്ടവാ. ഈ മലയാള ഭാഷയിലും ഈ പുരുഷ മേധാവിത്വം കാണാം. സർവനാമങ്ങൾ ഏതൊക്കെയാ? ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. ഒരൊറ്റ ഉത്തമ സ്ത്രീയെങ്കിലും ഉണ്ടോ? അത് പോട്ടെ, മകനും മകൾക്കും ഇടയിലും ഈ വേർതിരിവുണ്ടെന്നേ. ആഴ്ചയിൽ ഒരു ദിവസം മകന്റെ പേരിൽ പതിച്ചു നൽകിയിരിക്കുക, സൺഡേ. കാട്ടിലെ മൃഗത്തിനെ പോലും ഇവര് വെറുതെ വിട്ടില്ല. കാട്ടിലെ ഏറ്റവും ക്യൂട്ട് മൃഗത്തിന്റെ പേര് ഇവന്മാർ അടിച്ചു മാറ്റിയെന്നേ. കാട്ടിലെ ഏറ്റവും ക്യൂട്ട് മൃഗം ഏതാ? മാൻ, വുമൺ അല്ല. ഞങ്ങൾ അതിന്റെ കൂടെ ഒരു കലാന്നിട്ടപ്പോ അതിനകത്ത് ചാടി കയറിയെന്നേ. മാൻ, കലമാൻ. നീ എന്തായിരിക്കും ഈ ലിംഗസമത്വം ഇല്ലായ്മയ്ക്ക് കാരണം? നമുക്കൊന്ന് ആലോചിക്കണമല്ലോ. അതെങ്ങനെയാ? കല്യാണം തൊട്ടേ അങ്ങ് തുടങ്ങുക. കല്യാണത്തിന് പറയുന്ന എന്താ? കന്യാദാനം. നമുക്കിത് അങ്ങോട്ട് പൊളിച്ചു മാറ്റി പുരുഷദാനം അങ്ങോട്ട് ആക്കിയേക്കാം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കലാപരിപാടി എന്നാ? വേവിച്ചായോ, പ്രഗ്നന്റ് ആവല്. ഈ പ്രഗ്നന്റ് ലേഡീസ് 10 മാസവും കൊച്ചിനെ ചുമന്ന് നടക്കുന്ന എവിടെയാ? വയറ്റില്, അഥവാ അബ്ഡോമെൻ. അതാരാ അവിടെ ഒരു മെന്നിട്ടത്? ഇനി 10 മാസം ചുമന്ന് ഡെലിവറി ചെയ്യുന്ന പെണ്ണിന് പേരില്ല. പക്ഷേ ജസ്റ്റ് ഒരു പാഴ്സൽ ഡെലിവറി ചെയ്യുന്ന ചെറുക്കിന് പേരുണ്ട്, ഡെലിവറി ബോയ്. ഡെലിവറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ കൊച്ചിന്റെ നക്ഷത്രം വെച്ചിട്ട് അങ്ങോട്ട് ജാതകം പ്രവചിച്ചു തുടങ്ങും, ഭാവി പ്രവചിച്ചു തുടങ്ങും. ഉദാഹരണം, കാർത്തിക നക്ഷത്രം. കാർത്തിക, കീർത്തിമാൻ. എന്താ കീർത്തി വിമൺ കൊള്ളില്ലേ? പിന്നെ കൊച്ചി ഇച്ചിരൂടെ അങ്ങോട്ട് വലുതായി കഴിയുമ്പോഴത്തേക്കും TV കാണാനൊക്കെ ഇഷ്ടപ്പെടുന്നു, കാർട്ടൂണൊക്കെ കാണാൻ തുടങ്ങും. എന്റെ പൊന്നെ, ഇതിൻ്റെ അകത്തും പുരുഷന്റെ സൂപ്പർ പരിവേഷമാണേ. ശക്തിമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലത്തെ ചെത്ത് പെമ്പിള്ളേര് സ്പൈഡർ ഗേൾ ആയിട്ട് ഭിത്തിയെ കൂടെ പിടിച്ച് കയറി പോകുന്ന കാണാൻ എന്തായിരിക്കും ഒരു ശേല്. നമുക്ക് വേണം ഒരു ടൈറ്റിൽ സോങ് കൂടെ കൊടുത്തേക്കാം. സ്പൈഡർ ഗേൾ, സ്പൈഡർ ഗേൾ, ഫൺ ബേബി ഫൺ, സ്പൈഡർ ഗേൾ, സ്പൈഡർ ഗേൾ, സ്പൈഡർ ഗേൾ, ഫൺ ബേബി ഫൺ, സ്പൈഡർ ഗേൾ. ഈ പുരുഷന് സൂപ്പർ പരിവേഷം കൊടുത്തോണ്ടാണോന്ന് എനിക്കറിയത്തില്ല. ഈ കൊച്ചിന് പാട്ട് പാടാൻ തോന്നുന്നത് ആകാശത്തേക്ക് നോക്കി പാടുവന്നേ. അമ്പിളി അമ്മാവ ലോട്ടസ് കുമ്പിളിൽ എന്തുണ്ട്, അമ്പിളി അമ്മാവ ലോട്ടസ് കുമ്പിളിൽ എന്തുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓർക്കും താമരക്കുമ്പിളിൽ തന്നെ പാടാത്തെന്ന് കോപ്പിറൈറ്റ് അടിക്കും. അല്ലേ, ഈ കിലോമീറ്ററുകളോളം അകലെ കിടക്കുന്ന ചന്ദ്രന്റെ ലിംഗനിർണ്ണയം ആരാ നടത്തിയത്? നമുക്കത് അങ്ങോട്ട് മാറ്റിയിട്ടേ ഇങ്ങനെ പാടിയേക്കാം. അമ്പിളി അമ്മായി താമര കുമ്പിളിൽ എന്തുണ്ട്, അമ്പിളി അമ്മായി താമര കുമ്പിളിൽ എന്തുണ്ട്. അത് കിടുവല്ലേ? ഇനി വേണ്ടാത്തതിനൊക്കെ ഞങ്ങളുടെ പേര് വലിച്ചു വാരി ഇടുവാന്നേ. വലിച്ചു വാരി തിന്ന് കിഡ്നി അടിച്ചു പോകുന്നതിനൊക്കെ ഞങ്ങളുടെ പേര്, ഗുളികയ്ക്കൊക്കെ ഞങ്ങളുടെ പേരിടുക. ഡൈമോൾ, ടൈമോൾ, പാരാസെറ്റാമോൾ. പിന്നെ വൻ വിനാശം വിതയ്ക്കുന്ന ചുഴലിക്കൊടുങ്കാറ്റിന് ഞങ്ങളുടെ സ്ത്രീകളുടെ പേരിടുക. റീത്ത, മരിയ, കത്രീന. എന്നാ പിന്നെ അതുപോലെ പുരുഷന്റെ പേരിട്ടാ പോരായിരുന്നോ? രമേശ് പിഷാരടിന്നോ ധർമ്മജൻ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നാ കിടുവായേനെ. ഇനി ഇതൊക്കെ നമുക്ക് സഹിക്കാം. എന്റെ പൊന്നെ, നൂറ്റാണ്ട് പഴക്കമുള്ള ക്ലാവ് പിടിച്ച് ഓട്ടുപാത്രങ്ങളും ഉരുപ്പടികൾക്കും ഒക്കെ ഞങ്ങളുടെ പേര് ഉയർത്തി വിളിക്കുക. ആന്റിക് പീസ്. എന്തുകൊണ്ട് അങ്കിൾ പീസ് എന്ന് വിളിക്കാത്ത? ഇത്രയും നേരം നമുക്ക് ലിംഗസമത്വം വേണമായിരുന്നേ. ഇനി നമുക്ക് ലിംഗസമത്വം വേണ്ടാത്ത 1-2 ഐറ്റം കൂടെ പറയട്ടെ. ആദ്യത്തേത് ശിക്ഷ. അതായത് ഒരു സ്ത്രീയുടെ സ്വകാര്യത അവളുടെ അനുവാദമില്ലാതെ ഒരു പുരുഷൻ നോക്കുവാണെങ്കിൽ ശിക്ഷ ഉറപ്പാണേ. തിരിച്ച് ഒരു പുരുഷന്റെ സ്വകാര്യത ഒരു സ്ത്രീ നോക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം അവന്റെ ഭാഗത്തു നിന്നായിരിക്കും. എന്തുകൊണ്ട് നോക്കുന്നില്ല എന്നതായിരിക്കും അവന്റെ പരാതി. പിന്നെ ഒരു സ്ത്രീ ഒരു ചെറുക്കനെ പ്രേമിച്ച് ലൈൻ അടിച്ച് തേച്ചിട്ട് പോയാലും ചീത്തപ്പേര് കിട്ടത്തില്ല, പേര് ലൈൻമാൻ എന്നല്ലേ. ഇനി ഈ പ്രോഗ്രാമിലും ഇച്ചിരി ലിംഗസമത്വമൊക്കെ ആകാം. കാരണം ഒറ്റയ്ക്ക് നിന്ന് സ്റ്റാൻഡപ്പ് ചെയ്യുന്ന പരിപാടി പൊതുവേ പറയുന്നത് 1 man ഷോ എന്നല്ലേ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പോയേക്കാം. ഞാൻ വരുന്നത് റബ്ബറുകളുടെ നാടായ കോട്ടയത്ത് നിന്നാണ്. അപ്പൊ അവിടെ ഈ റബ്ബർ മാഗസിനൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് കാർട്ടൂൺ വരയ്ക്കുന്ന പ്രസന്ന നാനിക്കാട്, ഒരു കാർട്ടൂണിസ്റ്റാ. അദ്ദേഹത്തിനൊരു ഡൗട്ട്, റബ്ബർ ആണാണോ
പെണ്ണാണോ? അവസാനം അദ്ദേഹം ഈയിടെ കണ്ടെത്തി പറഞ്ഞു, പാലു ചുരത്തുന്ന പാവാടയിട്ട റബ്ബർ ഒരു പെണ്ണ് തന്നെ. കൂടുതൽ ലിംഗസമത്വങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.